കുറച്ച് നേരെ നോറയ്ക്ക് സീക്രട്ട് റൂം കൊടുത്തോളൂ കേട്ടോ. അതൊക്കെ അവസാനിപ്പിച്ചിട്ട് നോറയോട് അകത്തോട്ട് കയറാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. അങ്ങനെ അകത്തോട്ട് കയറി കേട്ടോ. ശരിക്കും നോറേനെ വിടാനല്ല ഇരുന്നിരുന്നത്. മഞ്ഞക്കാട് അല്ലെ മഞ്ഞ പൂവെടുത്തത് ആരാണോ അയാൾ സീക്രട്ട് റൂമിൽ വന്നേനെ. ജാസ്മിനൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടായേനെന്ന് തോന്നിയിരുന്നു മഞ്ഞ എടുത്തിരുന്നെങ്കിൽ. നോറ എടുത്തു. നോറ പ്രതീക്ഷ പോലെ ഒന്നും സംഭവിച്ചില്ല. നോറയെക്കുറിച്ച് ആരും അങ്ങനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ സങ്കടപ്പെടുകയോ നോറ പോയല്ലോ എന്നോർത്ത് വിഷമിക്കുകയോ ഒന്നും ചെയ്തില്ല. അതിന് നോറയ്ക്ക് നല്ല സങ്കടമുണ്ട്. എല്ലാവരും പണപ്പെട്ടിയെക്കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് നോറ പറയുന്നുണ്ടായിരുന്നു സീക്രട്ട് റൂമിൽ ഇരുന്നിട്ട്. അങ്ങനെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പ്രേതം പോലെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് പറഞ്ഞത്. അങ്ങനെ പുതുമഴയായി വന്നു നീ എന്നുള്ള പാട്ടൊക്കെ ഇട്ട് കൊടുത്തു. അതൊക്കെ കേട്ടിട്ട് അങ്ങനെ വെള്ള ഡ്രസ്സിലൊക്കെ നോറ ഇറങ്ങി വന്നു. ആ പാട്ട് കേട്ടിട്ട് അവിടെ ഇരുന്നിട്ട് അർജുനും ജാസ്മിനും ശ്രീതുവും അർജുൻ പേടിച്ചില്ല, ശ്രീതുവും ജാസ്മിനും ഇരുന്ന് പേടിക്കുന്നുണ്ട്. മുടിയൻ അയ്യോ പെട്ടു എന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം അവിടെ നിന്ന് ആരും അത് നന്ദനയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദനയോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവനെ ഓടുന്നുണ്ടായിരുന്നു, സായി ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ നടന്നത് നോറയാണ്. നോറയുടെ മുടി കാണുമ്പോൾ തന്നെ അത് എല്ലാവർക്കും മനസ്സിലാകും. ബിഗ് ബോസിൻ്റെ ആ ഒരു ഐഡിയ പാളിപ്പോയി. ആ പാട്ടിട്ടിട്ടൊക്കെ വരുമ്പോൾ ഒരാളായിരിക്കും എല്ലാവരും ഊഹിക്കില്ലേ. പാട്ടൊക്കെ ഇടുന്നതിന് പകരം ഒരു വെള്ള ഡ്രസ്സിൽ നോറേനെ സാവധാനം ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഒരു മൂലയ്ക്കൊക്കെ ഇരുത്തുമായിരുന്നെങ്കിൽ പെട്ടെന്ന് പുറത്തൊക്കെ ഇറങ്ങിയവർ കണ്ട് പേടിച്ചേനെയായിരുന്നു. എന്താണെങ്കിലും നോറ തിരിച്ചെത്തി. വലിയ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഇത്ര നേരം ഇരുത്തി എന്ത് കിട്ടാനാ. 2-3 ദിവസമൊക്കെ നോറ പറഞ്ഞല്ലോ 2-3 ദിവസം എന്നെ അകത്ത് ഇരുത്തുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കേൾക്കായിരുന്നു എന്നൊക്കെ നോറ മുടിയനോടും സായിയോടും തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ മുടിയൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ നിനക്ക് ഫിനാലേക്ക് അങ്ങ് നേരിട്ട് വന്നാൽ പോരായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.